يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. മുഅ്മിനുകൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നാളേക്ക് ചെയ്തു വെച്ചത് എന്താണെന്ന് നോക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള ഈ സൂറത്തുൽ ഹശറിലെ ആയത്ത് ഓതി, വേറെയും ആയത്തുകൾ ഓതി ദാനം ചെയ്യാൻ പറഞ്ഞു. അപ്പോഴാണ് ഒരു സഹാബി തൻ്റെ കയ്യിൽ അയാൾക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമുള്ള ഒരു സദഖയുമായി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ സ്വർണവും വെള്ളിയും വസ്ത്രങ്ങളും ഭക്ഷണവും എല്ലാം കൊണ്ടുവച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ കുന്നുകൾ പോലെ അതെല്ലാം കൂടി. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചന്ദ്രനെ പോലെ സന്തോഷം കൊണ്ട് പ്രസന്നമായി പ്രകാശിച്ചുവെന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدًا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. أما بعد, സഹോദരങ്ങളെ, സഹീഹ് മുസ്ലിമിൽ കിതാബ് സലാത്തിൽ ഇനി നമുക്ക് വായിക്കാനുള്ള ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഇസ്തഅദനത അഹദുകും امرأته إلى المسجد فلا يمنعها. إذا استأذنت أحدكم امرأته, നിങ്ങളിൽ ആരോടെങ്കിലും തൻ്റെ ഭാര്യ അനുവാദം ചോദിച്ചാൽ, ഇല മസ്ജിദ്, മസ്ജിദിലേക്ക് പള്ളിയിലേക്ക് പോകുവാൻ അനുവാദം ചോദിച്ചാൽ, ഫലാ യംനഅഹ, അവളെ തടയുക പാടില്ല, അവളെ തടയരുത്. അടുത്ത റിവായത്തിൽ നമുക്ക് കാണാം, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, ലാ തംനഉ, നിങ്ങൾ തടയരുത്, ഇമാ അല്ലാഹി, അള്ളാഹുവിൻ്റെ അടിയാത്തികളെ, അള്ളാഹുവിൻ്റെ അടിമകളായ, അവൻ്റെ പടപ്പുകളായ, അവനെ ഇബാദത്ത് ചെയ്യുന്ന സ്ത്രീകളെ, മസാജിദ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ നിന്ന് തടയരുത്. അഥവാ മസ്ജിദുകളിലേക്ക് ചെല്ലാൻ അവർ അനുവാദം ചോദിച്ചാൽ പോകരുത് എന്ന് പറയരുത്, മറിച്ച് പോകാൻ അനുവാദം കൊടുക്കണം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോൾ, അബ്ദുല്ലാഹി ഇബ്നു ഉമറിൻ്റെ ഒരു മകൻ, ബിലാൽ എന്നു പേരുള്ള ഒരു മകൻ പറഞ്ഞു, ലാ നദഉഹുന്ന യഖ്റുജുന ഫയത്തഖിദ്നഹു ദഗലൻ, ഞങ്ങൾ അവരെ പോകാൻ എന്നിട്ട് സംശയാസ്പദമായ പല കാര്യങ്ങളും ചെയ്യാൻ അനുവദിക്കുകയില്ല. ഇബ്നു ഉമറിൻ്റെ മകൻ ഈ പ്രതികരണം നടത്തിയപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ മകനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയുണ്ടായി. ആ മകനോട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതഖൂലു അൻത ലനംനഅഹുന്ന, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ഞാൻ പറയുമ്പോൾ നീ പറയുകയാണോ അതിനെതിരായി ഞങ്ങളവരെ വിലക്കുമെന്ന്, ഞങ്ങളവരെ തടയുമെന്ന്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞ തൻ്റെ മകനെ രൂക്ഷമായി വിമർശിച്ചു. ചില റിവായത്തുകൾ കാണാം, ഫസബ്ബഹു സബ്ബൻ സയ്യിഅൻ, അങ്ങേറ്റം രൂക്ഷമായ ഭാഷയിൽ ഇബ്നു ഉമർ മകനെ ചീത്ത പറഞ്ഞു. മാ സമിഅ്തുഹു യസുബ്ബുഹു മിസ്ലഹു ഖത്തു, ഒരിക്കലും ആ മകനെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ഇബ്നു ഉമർ അങ്ങനെ ഒരു ചീത്ത പറയുന്നത് ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല എന്ന് കേട്ടു നിൽക്കുന്ന ആൾ പറയുകയാണ്. ഫൻതഹറഹു, മകനെ വിരട്ടുകയുണ്ടായി. വഖാല ഉഫില്ലക്, ഉഫില്ലക്, എന്താണ് നീ പറയുന്നത്?
ഫഅൽ അല്ലാഹു ബിക് വഫഅൽ, അള്ളാഹു നിന്നെ അങ്ങനെ ആക്കട്ടെ, അള്ളാഹു നിന്നെ ഇങ്ങനെ ആക്കട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു പറഞ്ഞു. ചില റിവായത്തുകൾ കാണാം നെഞ്ചിൽ പിടിച്ച് ഇബ്നു ഉമർ തള്ളുകയുണ്ടായി ഈ മകനെ. മറ്റൊരു ചില റിവായത്തുകൾ കാണാം സുബ്ഹാനല്ലാഹ് പിന്നീട് മരണം വരെ ഇബ്നു ഉമർ ഈ മകനോട് മിണ്ടിയിട്ടില്ലായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെതിരിൽ പ്രതികരിച്ചപ്പോൾ സഹാബി നടത്തിയ പ്രതികരണമാണത്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെതിര് പറയുക എന്നത് ഗുരുതരമായ തെറ്റാണ്. യഥാർത്ഥത്തിൽ ഈ മകൻ പറഞ്ഞത് എന്താണ്? ഈ മകൻ പറഞ്ഞത് ആ സ്ത്രീകൾ അങ്ങനെ അവരെ പോകാൻ അനുവദിച്ചാൽ, കാരണം ചില റിവായത്തുകളിൽ രാത്രി സമ്മതം ചോദിച്ചാൽ നിങ്ങൾ അനുവാദം നൽകണം എന്നെല്ലാം കാണാം. രാത്രിയാണ് എങ്കിൽ കൂടി പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ നൽകണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അപ്പോൾ അതിൽ ചില പ്രശ്നങ്ങൾ ഈ മകൻ കാണുകയാണ്. പക്ഷെ പറയേണ്ടത് അങ്ങനെ ആയിരുന്നില്ല. പറയേണ്ടത് യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഒരു റിവായത്ത് നമുക്ക് വായിക്കാനുണ്ട്. അതായത് അവർ പറഞ്ഞു, ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ ചെയ്തു വച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അത് കണ്ടിരുന്നുവെങ്കിൽ അവർ മസ്ജിദുകൾ അവർക്ക് വിലക്കപ്പെട്ടേനെ, ബനു ഇസ്രായേലർക്ക് വിലക്കപ്പെട്ടതുപോലെ. ഇതുപോലെ പിൽക്കാലത്ത് ഉണ്ടായ ചില പ്രശ്നങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അങ്ങനെ സംഭവിച്ചേക്കുമായിരുന്നു എന്ന് പറയുന്നത് പോലെയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനോട് നേർക്ക് നേരെ എതിര് പറയുക എന്നത്. അതിനോട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു രൂക്ഷമായ ശൈലിയിൽ മകനാണത് പറഞ്ഞത് എന്നിട്ടുകൂടി ആ രൂപത്തിൽ വിമർശിക്കുകയുണ്ടായി. എന്താണ് ഈ ഹദീസുകളിലെ പ്രധാനപ്പെട്ട പാഠങ്ങൾ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന്മാരെ ഉണർത്തുകയാണ്, സ്ത്രീകൾ മസ്ജിദിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ അവർക്ക് അനുവാദം നിങ്ങൾ നൽകുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. ആ കൽപ്പന പാലിക്കുക മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് മസ്ജിദിലേക്ക് ചെല്ലലും അവിടെ ഇബാദത്തുകൾ നിർവഹിക്കലും ജുമഅക്കും ജമാഅത്തിനുമെല്ലാം പങ്കെടുക്കലും അനുവദിക്കപ്പെട്ട കാര്യമാണ്. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയാൻ ഉപയോഗിച്ച പദപ്രയോഗം സ്ത്രീകൾ മസ്ജിദുകളിൽ നിന്ന് തടയരുത് എന്ന് കൂടുതൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന, അങ്ങനെ തടയുന്നത് ശരിയല്ല എന്ന് ഓർമ്മപ്പെടുത്തി തരുന്ന വാക്കാണ്. കാരണം ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിയാത്തികളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ നിന്ന് തടയരുത്. അള്ളാഹുവിൻ്റെ അടിമകളായ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിലേക്ക് വരുന്ന സ്ത്രീകളെ തടയുന്നത് എങ്ങനെ ശരിയാകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രയോഗം നോക്കൂ നിങ്ങൾ, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിയാത്തികളെ അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ നിന്ന് നിങ്ങൾ തടയുക പാടില്ല. അപ്പോൾ സ്ത്രീകൾക്ക് മസ്ജിദിലേക്ക് വന്ന് നിസ്കരിക്കുക എന്നത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ അതിന് ചില നിബന്ധനകൾ ഉണ്ട്. പുരുഷന്മാർക്ക് മസ്ജിദിലേക്ക് വരാൻ നിബന്ധനകളില്ലേ? ഉണ്ട്. ഉദാഹരണത്തിന് വലിയ അശുദ്ധിയുള്ള പുരുഷന്മാർ മസ്ജിദിൽ കയറുക, മസ്ജിദിൽ കഴിയുക പാടില്ലാത്തതാണ്. മറിച്ച് മുറൂർ മാത്രമേ പാടുള്ളൂ, അതിലൂടെ കടന്നു പോകാൻ മാത്രമേ പാടുള്ളൂ. അതുപോലെ ആർത്തവകാരികളായ സ്ത്രീകൾക്കും അങ്ങനെ തന്നെയാണ്, മസ്ജിദിൽ കഴിഞ്ഞുകൂടുക പാടില്ല. അതേസമയം മുറൂറാവാം, മസ്ജിദിലൂടെ കടന്നു പോകേണ്ടി വന്നാൽ കടന്നു പോകാം, അതിൽ തെറ്റില്ല. അതുകൂടാതെ സ്ത്രീകൾ എന്ന നിലക്ക് മറ്റു ചില നിബന്ധനകൾ കൂടി ഉണ്ട്. അതിലൊന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായി സൈനബ് സഖഫിയ്യ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാം. സൈനബ് അവർ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ ഭാര്യയായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ആ വനിതയായ സഹാബി വനിത ഉദ്ധരിക്കുകയാണ്. എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇദാ ഷഹിദത് ഇഹ്ദാകുന്ന അൽ-ഇശാഅ ഫലാ തതയ്യബ് തിൽക അൽ-ലൈല. ഇദാ ഷഹിദത് ഇഹ്ദാകുന്ന അൽ-ഇശാ, നിങ്ങൾ സ്ത്രീകൾ ആരെങ്കിലും ഇശാ നിസ്കാരത്തിന് വരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫലാ തതയ്യബ് തിൽക അൽ-ലൈല, ആ രാത്രി സുഗന്ധം പുരട്ടിക്കൊണ്ട് വരിക
പാടില്ലാത്തതാണ്. അപ്പോൾ സുഗന്ധം പുരട്ടി മസ്ജിദിലേക്ക് വരിക എന്നത് പാടില്ല. രാത്രിയുടെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. അതിനർത്ഥം പകലിൽ സുഗന്ധം പുരട്ടി മസ്ജിദിലേക്ക് വരാമെന്നല്ല, ഏത് സമയത്തും അങ്ങനെ തന്നെയാണ്. മറിച്ച് അങ്ങനെ പറയാനുള്ള കാരണം ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ പൊതുവെ രാത്രി അവരുടെ ഭർത്താവിനും മറ്റും വേണ്ടി സുഗന്ധം പുരട്ടാൻ ഇടയുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം പ്രത്യേകം ഉണർത്തിയിരിക്കുന്നു. അതുകൊണ്ട് മസ്ജിദിലേക്ക് സ്ത്രീകൾ വരികയാണോ സുഗന്ധം പുരട്ടി അതുപോലെ സൗന്ദര്യ പ്രദർശനം നടത്തി അങ്ങനെയുള്ള അലങ്കാരത്തിൻ്റെ അവർക്ക് അനുവദിക്കപ്പെടാത്ത വസ്ത്രം ഒക്കെ അണിഞ്ഞ് മസ്ജിദിലേക്ക് വരിക പാടില്ലാത്തതാണ്. അതെവിടെയും അങ്ങനെ തന്നെയാണ്. പുറത്തന്യ പുരുഷന്മാരുടെ കൂടെ അവർ കാണുന്ന രൂപത്തിൽ അലങ്കാരങ്ങൾ അണിഞ്ഞ് അതുപോലെ സുഗന്ധം അവർക്ക് വാസനിക്കുന്ന രൂപത്തിൽ പുരട്ടി പോകാൻ സ്ത്രീകൾക്ക് പാടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന അങ്ങനെ ഒരു ഹദീസാണ് സഹീഹ് മുസ്ലിമിലെ അടുത്ത ഹദീസ്. عن أبي هريرة قال قال رسول الله صلى الله عليه وسلم أيما امرأة أصابت بخورا فلا تشهد معنا العشاء الآخرة. أيما امرأة أصابت بخورا فلا تشهد معنا العشاء الآخرة. أيما امرأة ഏതൊരു സ്ത്രീയാണോ അസാബത്ത് ബഖൂറൻ, ഒരു സുഗന്ധം പുരട്ടിയത്, ബഖൂർ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ സുഗന്ധമാണ്. ഫലാ തശ്ഹദ് മഅന അൽ ഇശാ അൽ ആഖിറ, ഇശാ നിസ്കാരത്തിന് നമ്മുടെ കൂടെ പങ്കെടുക്കാൻ പാടില്ല. ഇശാ നിസ്കാരത്തിന് നമ്മുടെ കൂടെ പങ്കെടുക്കുക പാടില്ലാത്തതാണ്. മറ്റൊരു ഹദീസ് നോക്കൂ നിങ്ങൾ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, أيما امرأة استعطرت فمرت بقوم ليجدوا ريحها فهي زانية. أيما امرأة استعطرت, ഏതു സ്ത്രീയാണോ സുഗന്ധം പുരട്ടിയത്, ഫമറത്ത് ബിഖൗമിൻ, എന്നിട്ടൊരു കൂട്ടരുടെ അരികിലൂടെ അവൾ കടന്നു പോവുകയാണ്, ലിയജിദു റിഹഹ, അവളുടെ സുഗന്ധം വാസനിക്കുന്ന രൂപത്തിൽ പോവുകയാണ് എങ്കിൽ ഫഹിയ ജാനിയ, അവൾ ജാനിയത്താണ്. ജാനിയത്ത് എന്നത് ദുർനടപ്പുകാരികളായ സ്ത്രീകൾക്ക് പറയുന്ന വാക്കാണ്, പദമാണ്. അവളൊരു ജാനിയത്താണെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് സ്ത്രീകൾക്ക് മസ്ജിദിലേക്ക് വരിക അനുവദനീയമാണ്. പക്ഷേ സുഗന്ധം പുരട്ടിയിട്ടോ അലങ്കാരങ്ങൾ അണിഞ്ഞിട്ടോ വരിക പാടില്ലാത്തതാണ്. അല്ലാഹുവിൻ്റെ മസ്ജിദുകൾ അതുപോലെയുള്ള രൂപത്തിലാക്കി തീർക്കുക വളരെ മോശമായ കാര്യമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന മുസ്ലിമിലെ തന്നെ അവിടുത്തെ ഹദീസ് നോക്കൂ നിങ്ങൾ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ലൗ അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅ മാ അഹ്ദസ അൻ-നിസാഉ ലാ മനഅഹുന്ന അൽ-മസ്ജിദ്. അല്ലാഹുവിൻ്റെ റസൂൽ എങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ മാ അഹ്ദസ അൻ-നിസാഉ, ഈ സ്ത്രീകൾ ഇക്കാലത്ത് പുതുതായി അവരുണ്ടാക്കി തീർത്ത ചില കാര്യങ്ങൾ, സൗന്ദര്യ പ്രദർശനം പോലെയുള്ള ചില കാര്യങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ലാ മനഅഹുന്ന അൽ-മസ്ജിദ്, മസ്ജിദുകളിൽ നിന്ന് അല്ലാഹുവിൻ്റെ റസൂൽ അവരെ തടഞ്ഞേനെ. കമാ മുനിഅത് നിസാഉ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലരിലെ സ്ത്രീകൾ തടയപ്പെട്ടതുപോലെ, അവർക്ക് മസ്ജിദുകൾ അവരുടെ ദീനിൽ വിലക്കപ്പെട്ടതുപോലെ. ഫഖുൽതു ലി അംറ, ഇത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ വാക്ക് കേട്ടപ്പോൾ യഹ്യ ഇബ്നു സഈദ് റഹിമഹുല്ലാ എന്ന താബിഈ, യഹ്യ ഇബ്നു സഈദ് റഹിമഹുല്ലാ, അദ്ദേഹം താബിഈയാണോ അല്ല തബഉ താബികളുടെ കൂട്ടത്തിലാണോ വരിക എന്നതിൽ സംശയമുണ്ട്. അമ്രയോട് ചോദിച്ചു, അമ്ര ബിൻത് അബ്ദുറഹ്മാൻ, അവർ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് പല ഹദീസുകൾ റിവായത്ത് ചെയ്ത താബിഈയത്തായ വനിതയാണ്. അവരോട് ചോദിച്ചു, അനിസാഉ ബനി ഇസ്രായീല മുനഅന അൽ മസ്ജിദ്, ഇസ്രായേലരിലെ സ്ത്രീകൾ അവർക്ക് മസ്ജിദിൽ പോകാൻ പാടില്ല എന്ന വിലക്കുണ്ടായിരുന്നോ? അപ്പോൾ അമ്ര റഹിമഹുല്ലാ അവർ പറഞ്ഞു, നഅം, അതെ, അവരെ വിലക്കിയിരുന്നു. ഇത് മറ്റു ചില റിവായത്തുകളിൽ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറഞ്ഞത് കാണാം. ഇമാം അബ്ദുർ റസാഖിൻ്റെ മുസന്നഫിലും മറ്റും കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന നിസാഉ ബനി ഇസ്രായീല യത്തഖിദ്ന അർജുലൻ മിൻ ഖശബ്, അവർ ഇസ്രായേലരിലെ സ്ത്രീകൾ അവരുടെ കാലുകൾ പൊക്കം വെക്കാൻ പറ്റിയ രൂപത്തിൽ ചില പാദരക്ഷകൾ അണിയുമായിരുന്നു. യതശറഫ്ന ലിർരിജാലി ഫിൽ മസാജിദ്, എന്നിട്ട് മസ്ജിദുകളിൽ പുരുഷന്മാർ കാണുന്ന രൂപത്തിൽ അവർ നിൽക്കുമായിരുന്നു, ഇങ്ങനെ പൊക്കത്തിൽ നിൽക്കും.
ഫഹറമ അല്ലാഹു അലൈഹിന്നൽ മസാജിദ്, ഈ ഗുരുതരമായ തെറ്റ് കാരണത്താൽ അള്ളാഹു അവർക്ക് മസ്ജിദുകൾ നിഷിദ്ധമാക്കി. വസുല്ലിത്തത് അലൈഹിന്നൽ ഹൈദ, അവർക്കുമേൽ ഹൈദ് നിശ്ചയിക്കപ്പെട്ടു, അഥവാ ആർത്തവം നിശ്ചയിക്കപ്പെട്ടു. അതുകൊണ്ടാണ് പണ്ഡിതന്മാരിൽ ചിലർക്ക് അഭിപ്രായമുണ്ട്, ഇസ്രായേല്യർക്ക് മുൻപ് സ്ത്രീകൾക്ക് ഹൈദ് ഉണ്ടായിരുന്നില്ല, ഇസ്രായേൽ മക്കൾക്ക് മുൻപ് ഹൈദ് ഉണ്ടായിരുന്നില്ല എന്ന് ഒരു അഭിപ്രായമുണ്ട്. എന്നാൽ മറ്റു പല പണ്ഡിതന്മാരും, ഇമാം ബുഖാരിയെ പോലുള്ള പണ്ഡിതന്മാർ, അത് ആദം അലൈഹിസ്സലാമിൻ്റെ പെൺമക്കൾക്ക് അത് മുമ്പേ ഉണ്ടായിരുന്ന കാര്യമാണെന്ന് പറഞ്ഞത് കാണാം. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിനിടയിൽ ആയിഷ റളിയല്ലാഹു അൻഹ അവർക്ക് ആർത്തവമുണ്ടായപ്പോൾ കരയുകയും, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുത്ത് വന്ന് പറഞ്ഞ വാക്കും ആണ് അവരതിന് തെളിവായി എടുത്തിട്ടുള്ളത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് നബിയുടെ എല്ലാ ഭാര്യമാരും കൂടെ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിറാനായിട്ടായിരുന്നു ഹജ്ജ് നിർവഹിച്ചത്. ഖിറാൻ എന്ന് പറഞ്ഞാൽ ഹജ്ജിനും ഉംറക്കും കൂടി ഒരൊറ്റ ഇഹ്റാമും ഉംറയും ഹജ്ജും ഒരുമിച്ചാണ് നിർവഹിക്കുക. ഉംറ കഴിഞ്ഞ് മുടിയെടുത്ത് ഇഹ്റാമിൽ നിന്ന് ഒഴിവാവുകയില്ല, മറിച്ച് ഒരുമിച്ചാണ് നിർവഹിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആ രൂപത്തിലാണ് ഹജ്ജ് ചെയ്തത്. അതിന് കാരണം എന്താണ്? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ബലിയെറുക്കാനുള്ള ബലിമൃഗത്തെ കൂടെ കൂട്ടിയിരുന്നു. ബലിയെറുക്കാനുള്ള ബലിമൃഗത്തെ കൂടെ കൂട്ടിയാൽ ഖിറാനാണ് ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ കൂടെ കൂട്ടാത്തവർ തമറ്റു ആയിട്ടാണ് ഹജ്ജ് നിർവഹിക്കേണ്ടത്. അതാണ് ശ്രേഷ്ഠമായ രൂപം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. ലൗ ഇസ്തഖ്ബൽതു മിൻ അംരി മസ്തദ്ബർതു ലമാ സുഖ്തുൽ ഹദി, എനിക്ക് നേരത്തെ ഞാൻ ചെയ്ത കാര്യം എനിക്ക് ഒന്നുകൂടി ചെയ്യാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ കൂടെ ഈ വാഹനമൃഗത്തെ ബലിമൃഗത്തെ കൂടെ കൂട്ടുമായിരുന്നില്ല. എന്നിട്ട് ബലിമൃഗത്തെ കൂട്ടാത്ത ബാക്കി സഹാബിമാരോടെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മുടിയെടുത്ത് തഹല്ലുലാവണം. തഹല്ലുലായ പിന്നെ ബാക്കിയുള്ള ഇഹ്റാമിലല്ലാത്ത ആളുകൾക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യാം. അവർക്ക് മുടിയെടുക്കാം, അതുപോലെ ശരീരത്തിലെ രോമങ്ങൾ നീക്കം ചെയ്യാം, വിവാഹമാകാം, ലൈംഗിക ബന്ധമാവാം. ഇതൊന്നും ഇഹ്റാമിലുള്ള ഒരാൾക്ക് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി സഹാബിമാരോടൊക്കെ അത് കൽപ്പിച്ചു. സഹാബിമാർക്ക് അത് പ്രയാസമായി. അവർ പറഞ്ഞു, എങ്ങനെയാണ് ഈ രൂപത്തിൽ മിനായിലേക്ക് ഭാര്യമാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം തൊട്ടുടനെ മിനായിലേക്ക് എങ്ങനെ പോകും എന്നവർ പ്രയാസത്തിൽ ചോദിച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായി അവരോട് പറഞ്ഞു, തഹല്ലുലാവുക തന്നെ വേണം. തമറ്റു എന്നാണ് ആ രൂപം, അതിന് പറയാം. ഇന്ന് പൊതുവെ ആളുകളൊക്കെ ചെയ്യുന്നത് ആ രൂപമാണ്, ശ്രേഷ്ഠമായ രൂപം അതാണ് എന്നാണ്. അഥവാ ആദ്യം ഹജ്ജിന് പോയാൽ ആദ്യം ഉംറ ചെയ്യുക, ഉംറ ചെയ്ത് തഹല്ലുലാവുക, മുടിയെടുത്ത് ഇഹ്റാമിൽ നിന്ന് ഒഴിവാവുക, എന്നിട്ട് ദുൽഹിജ്ജ 8 ഹജ്ജിൻ്റെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ കാര്യത്തിൽ നബി അങ്ങനെയല്ല ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിറാനായ രൂപത്തിലാണ് ഹജ്ജ് ചെയ്തത്. അതിന് കാരണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ബലിമൃഗത്തെ കൂടെ കൂട്ടി എന്നതാണ്. ബലിമൃഗത്തെ കൂടെ കൂട്ടി എന്നതാണ്. അതുകൊണ്ടാണ് പിന്നീട് അലി വന്നു. അലി മറ്റൊരു സ്ഥലത്തു നിന്നാണ് വന്നത് ഹജ്ജിന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിയോട് ചോദിച്ചു, നീ എങ്ങനെയാണ് ഇഹ്റാം ചെയ്തത്? അപ്പോൾ പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ചെയ്തു അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ശരി, എന്നാൽ നീ എന്നെ പോലെ, അഥവാ ഉംറയും ഹജ്ജും ഒരുമിച്ച് ഖിറാനായ രൂപത്തിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിയോട് പറയുകയുണ്ടായി. അതുകൊണ്ട് നബിയുടെ സഹാബിമാരെല്ലാം ഒരു ഉംറ നിർവഹിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജിന് വന്ന സഹാബിമാരൊക്കെ, നബിയുടെ ഭാര്യമാരൊക്കെ ഉംറ നിർവഹിച്ച് ഇരിക്കുകയാണ്. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹക്ക് ആ സമയത്ത് ആർത്തവമുണ്ടായി. ഇഹ്റാമിലായിരിക്കെ സ്ത്രീകൾക്ക് ആർത്തവമുണ്ടായാൽ അവർ ഉംറ നിർവഹിക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. എങ്കിൽ അവർക്ക് തവാഫും സഅയുമല്ലാത്ത കർമ്മങ്ങൾ അതിന് തടസ്സമില്ല. ഉംറയിലാണ് എങ്കിൽ ഇഹ്റാമിലേക്ക് പ്രവേശിക്കാൻ ആർത്തവകാരികളായ സ്ത്രീകൾക്ക് ഇഹ്റാം ചെയ്യാൻ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറഞ്ഞ് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് ആർത്തവം തടസ്സമല്ല, ഇഹ്റാമിൽ പ്രവേശിക്കാം. പക്ഷേ തവാഫും സഅയും ചെയ്തുകൂടാ. അതിനുവേണ്ടി കാത്തിരിക്കുക. എന്നിട്ട് ആർത്തവം നീങ്ങിയാൽ, ശുദ്ധിയായാൽ കുളിക്കുകയും തവാഫും സഅയും നിർവഹിക്കുകയും മുടിയെടുത്ത് ഉംറ പൂർത്തിയാക്കുകയും ചെയ്യുക, തഹല്ലുലാവുകയും ചെയ്യുക. ഹജ്ജിലാണ് എങ്കിൽ
ബാക്കി കർമ്മങ്ങളൊക്കെ തവാഫും സഅയും ഒഴികെ ബാക്കി കർമ്മങ്ങളൊക്കെ ചെയ്യാം. മിനായിൽ കഴിയുക, അതുപോലെ അറഫയിൽ നിൽക്കുക, മുസ്ദലിഫയിൽ രാപ്പാർക്കുക പോലെയുള്ള ജംറയിൽ കല്ലെറിയുക, എല്ലാ കർമ്മങ്ങളുമാകാം. പക്ഷെ തവാഫും സഅയും ചെയ്യാതിരിക്കുക, തവാഫ് ചെയ്യാതിരിക്കുക. തവാഫിന് തൊട്ടുടനെയാണ് സഅയ് എന്നതുകൊണ്ട് അത് മാറ്റിവെക്കുക, അതും മാറ്റിവെക്കുക. എന്നിട്ട് ഒടുവിൽ ശുദ്ധി ആയതിനു ശേഷം അതും ചെയ്ത് മുടിയെടുത്ത് മുടി മുറിച്ച്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അല്പഭാഗം ഒരു വിരലിൻ്റെ അറ്റം വരുന്ന അത്രയും വലിപ്പം മാത്രമേ മുടിയെടുക്കേണ്ടതുള്ളൂ. മുടിയെടുത്ത് തഹല്ലുലാവുക. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഹജ്ജിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര ആയ ഈ സമയത്ത് ആർത്തവമുണ്ടായി. അതുകൊണ്ട് അവർ കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പ്രയാസപ്പെടേണ്ടതില്ല, ഇന്ന ഹാദാ അംറുൻ കതബഹു അല്ലാഹു അലാ ബനാതി ആദം, ഇത് ആദം അലൈഹിസ്സലാമിൻ്റെ പെൺമക്കൾക്ക് അള്ളാഹു നിശ്ചയിച്ചതാണ്, പ്രയാസപ്പെടേണ്ട എന്ന് പറയുന്നത് നിനക്ക് മാത്രമുള്ള കാര്യം അല്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നബി ചെയ്തതുപോലെ ഹജ്ജിലേക്ക് അങ്ങനെ തന്നെ പ്രവേശിക്കാൻ പറഞ്ഞു. ആ ഇഹ്റാമിന് വേണ്ടി, ഉംറയ്ക്ക് വേണ്ടി ചെയ്ത ഇഹ്റാം അത് ഹജ്ജിലേക്ക് പ്രവേശിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഹജ്ജ് പൂർത്തിയായി. അതുകൊണ്ടാണ് ഹജ്ജിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ എന്തു പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ എല്ലാവരും ബാക്കി ഭാര്യമാരൊക്കെ ഒരു ഉംറയും ഹജ്ജും ചെയ്തിട്ടാണ് മടങ്ങുന്നത്, എനിക്കൊരു ഹജ്ജ് മാത്രമേ കിട്ടിയുള്ളൂ, അവിടെ എനിക്കൊരു ഉംറ കൂടി ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, നിൻ്റെ ഹജ്ജിൽ ഹജ്ജും ഉംറയും ഒരുമിച്ചുണ്ട്, വേണ്ടതില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ പോയി ഉംറ ചെയ്തുകൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തൊക്കെ അവിടെ കാത്തിരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ ബിൻ അബി ബക്കറിനോട് നബി പറഞ്ഞു, ആയിഷയെ കൂട്ടി പോയി പുറത്തുപോയി, അഥവാ ഹറം പ്രദേശത്തിന് പുറത്തുപോയി ഇഹ്റാം ചെയ്തു വന്ന് ഉംറ ചെയ്യിക്കാൻ പറഞ്ഞു. നോക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തൊക്കെ അവിടെ കാത്തിരിക്കുകയാണ്. കൂടെ പോയ അബ്ദുറഹ്മാൻ പോലും ഒരു ഉംറ അധികം നിർവഹിച്ചിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ മാത്രം ഉംറ നിർവഹിച്ചു. അതിൽ തെളിവുണ്ട് എന്ത്? ഒരു യാത്രയിൽ ഒരു ഉംറ എന്നതാണ് ശരി. ഒരു യാത്രയിൽ ഒരു ഉംറ. ഒരു യാത്ര എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇവിടുന്ന് പോയി മക്കയിലെത്തിയാൽ പിന്നെ ആകെ ഒരു ഉംറ എന്നല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശം. മറിച്ച് ഒരു ഉംറ കഴിഞ്ഞു എന്നിട്ട് ഒരാൾ മറ്റു വല്ല ആവശ്യത്തിനും വേണ്ടി ഹറം പ്രദേശത്തിന് പുറത്തേക്ക് പോയി, ഹറം എന്ന പ്രദേശത്തിന് പുറത്തേക്ക് പോയി എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ഒരു ഉംറ കൂടി നിർവഹിക്കാം. കാരണം പുറത്തു പോയിട്ടാണ് ഹറാം കെട്ടേണ്ടത്. ഹറാം പ്രദേശത്തിനുള്ളിൽ ഹറാമിലേക്ക് പ്രവേശിച്ചുകൂടാ. പക്ഷെ ഇന്ന് ആളുകൾ ചെയ്യുന്നത് പോലെ ഒരു ഉംറ ചെയ്തു എന്നിട്ട് അടുത്ത ഉംറ ചെയ്യാൻ അതിനുവേണ്ടി ഹറാം ചെയ്യാനായി ഹറമിന് പുറത്തേക്ക് പോവുക, ആയിഷ മസ്ജിദിലേക്കോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലേക്കോ പോയി വീണ്ടും ഹറാം ചെയ്ത് വീണ്ടും ഉംറ, വീണ്ടും പുറത്തു പോയി വീണ്ടും ഉംറ. ഇങ്ങനെ ഒരു യാത്രയിൽ തന്നെ ഒരുപാട് ഉംറ ഈ രൂപത്തിൽ ചെയ്യാൻ തെളിവില്ല. മറിച്ച് തെളിവുള്ളത് എന്താണ്? ഒരാൾ ഉംറ നിർവഹിച്ചു എന്നിട്ട് വല്ല ആവശ്യത്തിനും അയാൾ ഹറം പ്രദേശത്തിന് പുറത്തേക്ക് പോയി, മറ്റെന്തെങ്കിലും ആവശ്യത്തിന് പോയി എങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? വീണ്ടും ഉംറ ചെയ്യാം. പുറത്തെത്തി വീണ്ടും പുറത്തുനിന്ന് ഹറാം ചെയ്ത് ഉംറ നിർവഹിക്കാം. ഉദാഹരണത്തിന് ഒരാൾ മക്കയിൽ പോയി ഉംറ നിർവഹിച്ചു, അയാളുടെ ബന്ധുക്കൾ ആരെങ്കിലും ജിദ്ദയിലുണ്ട്, ആൾ ജിദ്ദയിലേക്ക് പോയി, എന്ത് ചെയ്യാം? അവിടുന്ന് ഇഹ്റാം ചെയ്ത് ഉംറ നിർവഹിക്കാം. മറ്റൊരാളുടെ ബന്ധു തായിഫിലുണ്ട്, തായിഫിലേക്ക് പോയി ഇഹ്റാം ചെയ്ത് തിരിച്ചു വന്ന് ഒരു ഉംറ നിർവഹിക്കാം. ഉംറ ചെയ്യാൻ വേണ്ടി പുറത്തു പോകാൻ എന്തില്ല? തെളിവില്ല. അതേസമയം പുറത്തു പോയി, സ്വാഭാവികമായി പുറത്തേക്ക് പോയി, എന്തു ചെയ്യാം? വീണ്ടും ഉംറ നിർവഹിക്കാം. അതിന് കുഴപ്പമില്ല. നോക്കി, ഈ സംഭവം വളരെ വ്യക്തമായ തെളിവാണ്. ആയിഷ റളിയല്ലാഹു അൻഹ വീണ്ടും ഉംറ ചെയ്യണം എന്ന ആഗ്രഹം, നേരത്തെ ഈ ഉംറ കിട്ടാത്തത് കൊണ്ട് വീണ്ടും വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടപ്പോഴാണ് അതിനനുവദിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും നന്മയോട് ഏറ്റവും താല്പര്യമുള്ള ആളുകളാണ്. അവരവിടെ കാത്തിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും വരുന്നത് കാത്തിരിക്കുകയാണ്. ഏതായാലും ഇവർ രണ്ടുപേരും പോകുന്നത് നമുക്ക് എല്ലാവർക്കും കൂടി പോയി ഒരു ഉംറ കൂടി നിർവഹിച്ചേക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അതുപോലെ കൂടെ പോയ അബ്ദുറഹ്മാൻ ഉംറ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതാണ് കൂടുതൽ ശരി. ഒരു യാത്രയിൽ ഒരു ഉംറ എന്നതാണ് കൂടുതൽ ശരി. പറഞ്ഞു വന്നത് നോക്കൂ നിങ്ങൾ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറയുകയാണ്,
ഇത് സ്ത്രീകൾക്ക് ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. അത് പല പണ്ഡിതന്മാർ, ഇമാം ബുഖാരി പോലുള്ള പണ്ഡിതന്മാർ എന്തിന് തെളിവ്? ഇത് പണ്ടേ ഉണ്ട്. ബനു ഇസ്രാഈലരിൽ തുടങ്ങിയതല്ല സ്ത്രീകളുടെ ആർത്തവം, മറിച്ച് മുമ്പേ അള്ളാഹു നിശ്ചയിച്ചതാണ് എന്നതിന് തെളിവായി പറഞ്ഞു. എന്നാൽ ബനു ഇസ്രാഈലരിൽ എന്താണ് സംഭവിച്ചത്? അവരുടെ ഈ തിന്മ കാരണത്താൽ ഒരുപാട് നാളുകൾ നീണ്ടു നിൽക്കുന്ന ആർത്തവം ഒരു ശിക്ഷയായി അവർക്ക് നൽകപ്പെട്ടു. മസ്ജിദിലേക്ക് പോകാൻ സാധിക്കാതെയായി. അങ്ങനെയാണ് പണ്ഡിതന്മാർ ആ സംഭവത്തെ ഒരു ഭാഗം പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. വല്ലാഹു അലം, അതാണ് കൂടുതൽ സഹീഹ്, അതാണ് കൂടുതൽ ശരി. പഴയ കാലത്ത് തന്നെ ഹൈദ്, സ്ത്രീകളുടെ ആർത്തവം ഉണ്ടായിരുന്നു എന്നതാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. നോക്കൂ, ഇതുപോലുള്ള കാര്യങ്ങൾ, സൗന്ദര്യ പ്രദർശനം നടത്തുക, അതുപോലെ സുഗന്ധം പുരട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മസ്ജിദിലേക്ക് വരിക സ്ത്രീകൾക്ക് പാടില്ല. സുഗന്ധം പുരട്ടുക എന്നത് അന്യപുരുഷന്മാരുടെ അവർക്ക് വാസനിക്കുന്ന രൂപത്തിൽ സുഗന്ധം പുരട്ടുക എന്നത് പാടില്ലാത്തതാണ്. ദുർഗന്ധം നീക്കം ചെയ്യാൻ ചിലപ്പോൾ അല്പം സുഗന്ധം വേണ്ടി വരും. അത് എന്തിനു വേണ്ടിയാണ്? സുഗന്ധം പുറമേക്ക് പരക്കാനല്ല, മറിച്ച് ദുർഗന്ധം നീക്കാൻ നമ്മൾ പൊതുവെ എന്താണ് ഉപയോഗിക്കുക? സുഗന്ധമുള്ള സോപ്പ് പോലെയുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുക. അത് പുറത്തേക്കെത്താത്ത രൂപത്തിൽ, പുറത്തുള്ള ആളുകൾക്ക് വാസനിക്കാത്ത രൂപത്തിൽ അത് വേണ്ടി വരും, തെറ്റില്ല അതിൽ. അതേസമയം മറ്റുള്ള ആളുകൾക്ക് വാസനിക്കുന്ന രൂപത്തിൽ, അന്യരായ ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്, അന്യപുരുഷന്മാരായ ആളുകളെ, അവർക്ക് വാസനിക്കുന്ന രൂപത്തിൽ സുഗന്ധം പുരട്ടുക എന്നിട്ട് പുറത്തേക്ക് പോവുക പാടില്ലാത്തതാണ്. കർശനമായ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്ക് വിലക്കിയിട്ടുള്ള കാര്യമാണത്. മസ്ജിദിലേക്കും പാടില്ല. അതേസമയം അന്യപുരുഷന്മാരില്ലാത്ത സന്ദർഭങ്ങളിൽ അവരുടെ ഭർത്താക്കന്മാരുടെ അരികിൽ ഒക്കെ സുഗന്ധം പുരട്ടുന്നത് ശ്രേഷ്ഠമായ കാര്യമാണ്, അത് നല്ല കാര്യമാണ്. ഭർത്താക്കന്മാരുടെ മുന്നിൽ സുഗന്ധം പുരട്ടുക എന്നത് ശ്രേഷ്ഠമായ വളരെ നല്ല കാര്യമാണ്. ഭാര്യമാർക്ക് വേണ്ടി സുഗന്ധം ഉപയോഗിക്കുക പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ശ്രേഷ്ഠമായ കാര്യമാണ്. സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരിൽ ചിലർ പറഞ്ഞത് കാണാം, വലകുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ് വആശിറുഹുന്ന ബിൽ മഅറൂഫ്. നിങ്ങൾ അവർക്ക് അവകാശമുള്ളതുപോലെ, അവർക്ക് ബാധ്യതയുള്ളതുപോലെ അവകാശവുമുണ്ട്, നിങ്ങൾക്ക് അവരോടും ബാധ്യതയുണ്ട്, നിങ്ങൾ അവരോട് നല്ല നിലക്ക് പെരുമാറുക എന്ന് പറഞ്ഞുകൊണ്ട് സഹാബിമാരിൽ ചിലർ ഞാൻ എൻ്റെ ഭാര്യമാർക്ക് വേണ്ടി സുഗന്ധം ഉപയോഗിക്കും എന്ന് പറഞ്ഞത് കാണാം. അതുകൊണ്ട് അത് പുരുഷന്മാരും സ്ത്രീകളും അങ്ങോട്ടും ഇങ്ങോട്ടും അത് ചെയ്യുക എന്നത് നല്ല കാര്യമാണ്. തീബ്, സുഗന്ധം എന്നത് വളരെ നല്ലതാണ്. അള്ളാഹുവിൻ്റെ മലക്കുകൾക്ക് ഇഷ്ടമുള്ളതാണ്. പിശാചുക്കൾക്ക് ഇഷ്ടമില്ലാത്തതാണ് സുഗന്ധം. അവർക്കിഷ്ടം ദുർഗന്ധമാണ്. വൃത്തികെട്ട ഖബീസായ റൂഹുകൾക്ക് അവർക്ക് താല്പര്യം മലിനമായ ഇടങ്ങളോടും മോശമായ ഗന്ധത്തോടുമെല്ലാമായിരിക്കും. എന്നാൽ മലായികത്തിനിഷ്ടം സുഗന്ധവും വൃത്തിയുള്ള ഇടങ്ങളുമാണ്. അള്ളാഹു വൃത്തിയും ശുദ്ധിയും എല്ലാം ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബു അൽ മുതതഹിരീൻ. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ വ യുഹിബ്ബു അൽ മുതതഹിരീൻ. അള്ളാഹു ധാരാളമായി തൗബ ചെയ്യുന്നവരെ, ശുചിത്വം പാലിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ മസ്ജിദിലേക്ക് പോകുമ്പോൾ ഈ മര്യാദകൾ പാലിക്കണം. എന്താണ് സ്ത്രീകൾക്ക് മസ്ജിദിലേക്ക് പോകുന്നതിൻ്റെ വിധി? അനുവദനീയമാണ്, അത് അനുവദനീയമാണ്. അതിൽ നിന്ന് അവരെ തടയുക പാടില്ല. അതേസമയം എവിടെ വെച്ച് ഇബാദത്ത് നിർവഹിക്കലാണ്, നിസ്കരിക്കലാണ് അവർക്ക് കൂടുതൽ ശ്രേഷ്ഠം സംശയമില്ല, അത് അവരുടെ വീടുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വ്യക്തമായി വന്നിട്ടുള്ള കാര്യമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ മറ്റു ചില കിതാബുകളിൽ അക്കാര്യം കൂടുതലായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ലാ തംനഉ നിസാഅകുമുൽ മസാജിദ്, നിങ്ങൾ സ്ത്രീകളെ മസ്ജിദുകളിൽ നിന്ന് തടയരുത്. വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, എന്നാൽ അവരുടെ വീടാണ് അവർക്ക് ഖൈർ, അവർക്ക് ശ്രേഷ്ഠം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മസ്ജിദിലേക്ക് വരാൻ ഉദ്ദേശിച്ചാൽ വരാം, അനുവദിക്കപ്പെട്ട കാര്യമാണ്. അതിന് അവർക്ക് തടസ്സമുണ്ടാക്കുക പാടില്ല. സ്ത്രീകൾ മസ്ജിദിലേക്ക് അവർ പോകുന്നത് കുറ്റകരമായി ചിത്രീകരിക്കുക പാടില്ല. ചില ആളുകൾ ചെയ്യുന്നത് പോലെ മസ്ജിദിലേക്ക് സ്ത്രീകൾ പോകുന്നതിനെ പരിഹസിക്കും. അതേസമയം അവരുടെ പൂർത്തീകരണത്തിന് അവരുടെ താല്പര്യങ്ങൾക്ക് യോജിച്ച സ്ഥലങ്ങളിൽ പോകുന്നതിനെ പ്രോത്സാഹിപ്പിക്കും.
അവരുടെ സലാത്ത് വാർഷികങ്ങൾക്കും ദർഗകളിലെ ഉത്സവങ്ങൾക്കും ഇതിനൊക്കെ പോകാൻ യാതൊരു കുഴപ്പവുമില്ല. അതുപോലെ സ്ത്രീകളെ അതല്ലാത്ത ഇടങ്ങളിൽ പുരുഷന്മാരുമായി കൂടിക്കലരാനും മറ്റും പോകുന്നതിന് വല്ലാതെ തടസ്സം നിൽക്കാത്ത ആളുകൾ മസ്ജിദിലേക്ക് പോകുന്നതിന് മാത്രം പരിഹസിക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് തീർത്തും എതിരാണ്. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിയാത്തികളെ അവൻ്റെ മസ്ജിദുകളിൽ നിന്ന് തടയരുത് എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കൂ, അടുത്ത ഹദീസ് നമുക്ക് വായിക്കാം. عن ابن عباس رضي الله عنه في قوله تعالى ولا تجهر بصلاتك ولا تخافت بها قال نزلت ورسول الله صلى الله عليه وسلم متوار بمكة. പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്, ചില ആയത്തുകൾ ഇറങ്ങാനുള്ള പശ്ചാത്തലവും അതുപോലെ ഖുർആൻ പാരായണത്തിലും പഠിപ്പിക്കുന്നതിലും പാലിക്കേണ്ട ചില മര്യാദകളും ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണിത്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി പറയുകയാണ്, ഫി ഖൗലിഹി തആല, അള്ളാഹുവിൻ്റെ ഈ ആയത്തിനെ കുറിച്ച്, വലാ തജ്ഹർ ബിസലാത്തിക വലാ തുഖാഫിത് ബിഹ, സൂറത്തുൽ ഇസ്രായിലെ 110-ാമത്തെ ആയത്താണിത്. വലാ തജ്ഹർ ബിസലാത്തിക വലാ തുഖാഫിത് ബിഹ, വലാ തജ്ഹർ, നിങ്ങൾ എന്ത് ചെയ്യരുത്, നബിയെ, വലാ തജ്ഹർ, താങ്കൾ ഉച്ചത്തിൽ പറയരുത്, ബി സലാത്തിക, താങ്കളുടെ സലാത്ത്, വലാ തുഖാഫിത് ബിഹ, അത് പതുക്കെയുമാക്കരുത്. ഇവിടെ സലാത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഇവിടെ ഉദ്ദേശം പാരായണമാണ്, നിസ്കാരത്തിലെ ഖുർആൻ പാരായണം പ്രത്യേകിച്ചു. ഖാല നസലത് വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതവാരിൻ ബി മക്ക, നസലത് വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതവാരിൻ ബി മക്ക. ഇബ്നു അബ്ബാസ് പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ മുതവാരിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമായി കഴിയവേ ആണ് ഈ ആയത്ത് അവതരിച്ചത്. فكان إذا صلى بأصحابه رفع صوته بالقرآن, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബിമാരുടെ കൂടെ നിസ്കരിക്കുമ്പോൾ ഖുർആൻ ഉച്ചത്തിൽ ഓതാറുണ്ടായിരുന്നു. فإذا سمع ذلك المشركون, മുശ്രിക്കുകൾ അത് കേട്ടാൽ, സബ്ബുൽ ഖുർആന, അവർ ഖുർആനിനെ ചീത്ത പറയും. വമൻ അൻസല, ഖുർആൻ അവതരിപ്പിച്ചവനെ അഥവാ അള്ളാഹുവിനെ ചീത്ത പറയും. വമൻ ജാഅ ബിഹ്, അത് കൊണ്ടുവന്നവരെ ചീത്ത പറയും. ഫഖാല അല്ലാഹു ലിനബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അള്ളാഹു അവൻ്റെ നബിക്ക് ആയത്ത് അവതരിപ്പിച്ചു, വലാ തജ്ഹർ ബിസലാത്തിക്, താങ്കളുടെ സലാത്ത് ഉച്ചത്തിലാക്കരുത്, അഥവാ സലാത്തിലെ ഖുർആൻ പാരായണം. ഫയസ്മഅൽ മുശ്രികൂന ഖിറാഅതക്, എന്തുകൊണ്ടാണ്? ഇബ്നു അബ്ബാസ് പറയുന്നു, മുശ്രിക്കുകൾ താങ്കളുടെ പാരായണം കേൾക്കാതിരിക്കാൻ, താങ്കൾ ഉച്ചത്തിൽ ഓതിയാൽ അവർ കേൾക്കും. വലാ തുഖാഫിത് ബിഹ, താങ്കൾ അത് വളരെ പതുക്കെ ആക്കരുത്. അതെവിടെയാണ് ഉദ്ദേശം? അൻ അസ്ഹാബിക്, താങ്കളുടെ സഹാബത്ത് കേൾക്കാത്ത രൂപത്തിൽ പതുക്കെയുമാക്കരുത്. അസ്മിഉഹുൽ ഖുർആൻ, ഖുർആൻ അവരെ കേൾപ്പിക്കുക, അതാണ് അതിൻ്റെ അർത്ഥം. വലാ തജ്ഹർ ദാലിക്കൽ ജഹർ, അത്ര ഉച്ചത്തിൽ, നേരത്തെ ഓതാറുണ്ടായിരുന്ന ഉച്ചത്തിൽ ഓതേണ്ടതില്ല. വബ്തഗി ബൈന ദാലിക സബീല, ഖുർആനിൽ ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അതിനിടയിലുള്ള മാർഗം സ്വീകരിക്കുക. ഇബ്നു അബ്ബാസ് പറയുന്നു, യഖൂലു ബൈനൽ ജഹരി വൽ മുഖാഫത, ഉച്ചത്തിൽ, വളരെ ഉച്ചത്തിലും വളരെ പതുക്കെയുമല്ലാത്ത ഒരു മധ്യമ രൂപം അവിടെ സ്വീകരിക്കുക, ഒരു മധ്യമ രൂപം അവിടെ സ്വീകരിക്കുക. നോക്കൂ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ ഇസ്രായിലെ ഈ ആയത്തിൻ്റെ സബബുൻ നുസൂൽ, ഇതിറങ്ങാനുള്ള കാരണവും പശ്ചാത്തലവും നമുക്ക് പറഞ്ഞു തരികയാണ്. അതോടൊപ്പം ആ ആയത്തിൻ്റെ അർത്ഥവും, വലാ തജ്ഹർ ബിസലാത്തിക വലാ തുഖാഫിത് ബിഹ വബ്തഗി ബൈന ദാലിക സബീല, വലാ തജ്ഹർ ബിസലാത്തിക്, താങ്കളുടെ സലാത്ത്, അഥവാ ഇവിടെ ഉദ്ദേശം സലാത്തിലെ ഖിറാഅത്ത്, നിസ്കാരത്തിലെ പാരായണം ഉച്ചത്തിലാക്കരുത്. വലാ തുഖാഫിത് ബിഹ, വളരെ പതുക്കെയുമാക്കരുത്. വബ്തഗി ബൈന ദാലിക സബീല, ഇതിനിടയിലുള്ള വഴി സ്വീകരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ രഹസ്യമായി കഴിയവയാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് പറഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ മുശ്രിക്കുകളുടെ ഉപദ്രവങ്ങൾ കടുത്ത സമയത്താണിത് അവതരിച്ചത്. മക്കയിൽ മുശ്രിക്കുകളുടെ ഉപദ്രവങ്ങൾ കടുത്ത സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരസ്യമായി നിൽക്കാൻ സാധിക്കാത്ത രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
രഹസ്യമായ സഹാബികളുമായി ഒരുമിച്ച് കൂടുകയും അവർക്ക് ഖുർആൻ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്ന സമയത്താണ് ഈ ആയത്ത് അവതരിച്ചത് എന്നാണ്. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂലിന് അതുപോലെ ഏറെ പ്രയാസകരമായ നാളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്തുള്ള പ്രയാസങ്ങളിൽ മനമടുത്ത് ഇസ്ലാമിൻ്റെ ദഅവത്ത് ഉപേക്ഷിച്ചിട്ടില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു. യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ, ഓ പുതച്ചു മൂടിക്കിടക്കുന്നവനെ, ഖും ഫഅൻദിർ, എഴുന്നേറ്റ് നിന്ന് താക്കീത് ചെയ്യുക. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ഫഖാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രബോധനവുമായി എഴുന്നേറ്റ് നിന്നതാണ് സുദീർഘമായ 23 വർഷങ്ങൾ. ഖും ഫഅൻദിർ, എഴുന്നേറ്റ് നിൽക്കുക, താക്കീത് നിൽക്കുക എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദഅവത്തുമായി എഴുന്നേറ്റ് നിന്നതാണ് ആ നൃത്തം. 23 വർഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും അവർക്ക് മുന്നിൽ മുട്ടുമടക്കുകയോ അള്ളാഹു ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തുകയോ ചെയ്തില്ല. ഏറ്റവും നല്ല രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർവഹിച്ചു. ശത്രുക്കളുടെ പ്രയാസങ്ങൾ, കടുത്ത പ്രയാസങ്ങൾ, അവരുണ്ടാക്കിയ കടുത്ത ഉപദ്രവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിക്കുകയുണ്ടായി. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിൻ റബ്ബിക വഇൻ ലം തഫഅൽ ഫമാ ബല്ലഗ്ത റിസാലതഹു വല്ലാഹു യഅസിമുക മിനൻ നാസ്. ഓ നബിയേ, ഓ റസൂലേ, ബല്ലിഗ് മാ ഉൻസില ഇലൈക മിൻ റബ്ബിക, താങ്കൾക്ക് താങ്കളുടെ റബ്ബിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതെന്തോ അത് എത്തിച്ചു കൊടുക്കുക. വഇൻ ലം തഫഅൽ ഫമാ ബല്ലഗ്ത റിസാലതഹു, അത് താങ്കൾ എത്തിച്ചു കൊടുത്തില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ റിസാലത്ത് താങ്കൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാത്ത അവസ്ഥ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പ്രയാസം സഹിച്ച് ഉറച്ചു നിന്നു. നബിക്ക് സഹിക്കാൻ ഏറെ പ്രയാസമുണ്ടായ നാളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നബിയോട് സഹാബിമാരിൽ ചിലർ ചോദിച്ചതുപോലെ അങ്ങേക്ക് ഏറ്റവും പ്രയാസമുണ്ടായ സന്ദർഭം ഏതായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലെ നാളായിരുന്നു അത് എന്ന് പറയുകയുണ്ടായി. തായിഫിലേക്ക് അവിടെയുള്ള കുടുംബക്കാരായ ആളുകൾ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് പോയതാണ്. പക്ഷേ അവിടെയുള്ള ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം മോശമായ രൂപത്തിലാണ് നബിയോട് പെരുമാറിയത്. അവിടെ കുട്ടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കാൻ അവർ വന്നു. അള്ളാഹുവിൻ്റെ റസൂലിനെ കല്ലെറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെട്ട് എങ്ങനെയൊക്കെയാണ് മക്കയിൽ തിരിച്ചെത്തിയത് എന്നാണ്. പ്രയാസം സഹിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിന്തയും മനസ്സുമെല്ലാം വല്ലാത്ത രൂപത്തിലായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ എത്തിയപ്പോഴാണ് നബി ഉണർന്നത് എന്ന് കാണാം എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് വന്നത്. ആ സമയത്താണ് മലക്കുൽ ജിബാൽ, പർവ്വതങ്ങളുടെ മലക്കിനെയും കൂട്ടി ജിബ്രീൽ വരുന്നത്. എന്താ, പർവ്വതങ്ങളുടെ മലക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, ഈ 2 മലകൾ അവർക്ക് മേലെ മറിച്ചിടട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നസീഹത്ത്, ആളുകളോടുള്ള ഗുണകാംക്ഷയും നബിയുടെ ക്ഷമയും എല്ലാം അവിടെ കാണാം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ കയ്യാൽ അവരെ ശിക്ഷിക്കാൻ അവസരം കിട്ടിയപ്പോൾ മാപ്പ് കൊടുത്തു. അള്ളാഹു ശിക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിന് നബിയോട് മലക്ക് വന്ന് അനുവാദം ചോദിച്ചപ്പോൾ മാപ്പ് കൊടുത്തു. സുബ്ഹാനല്ലാഹ്, 2 സന്ദർഭങ്ങളിൽ. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കയ്യാൽ ശിക്ഷിക്കാൻ അവസരം കിട്ടിയ അവസരങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഫത്ഹ് മക്കയുടെ സമയം, മക്ക വിജയത്തിൻ്റെ സമയം. ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹാസൈന്യവുമായി വന്ന് മക്കയിൽ പ്രവേശിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ സുഫിയാൻ്റെ വീട്ടിൽ കയറിയവർക്ക് അമാൻ, അവരെ ആരും ഉപദ്രവിക്കുകയില്ല. അബൂ സുഫിയാൻ്റെ വീട്ടിൽ എത്ര ആളുകളെ കൊള്ളും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനവൻ്റെ വീട്ടിൽ വാതിലടച്ചിരുന്നാൽ അമാൻ, അവർക്ക് സംരക്ഷണം. ഒരാളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലാൻ ഉത്തരവിട്ടില്ല, എണ്ണം പറഞ്ഞ ചില ആളുകളെ ഒഴികെ, വിരലെണ്ണാവുന്ന ചില ആളുകളെ ഒഴികെ മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊലപ്പെടുത്താൻ ഉത്തരവിട്ടു. അവരിൽ തന്നെ ചിലർ രക്ഷപ്പെട്ട് മുസ്ലിമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. ഇക്രിമത്ത് ബിൻ അബി ജഹൽ, അബ്ദുല്ലാഹ് ബിൻ അബി സർഹ് പോലെയുള്ള ആളുകളെ കൂട്ടത്തിലാണ്. എന്നാൽ അബ്ദുല്ലാഹ് ബിൻ ഖത്താലിനെ പോലെയുള്ള നിഷ്ഠൂരായ ചില ശത്രുക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലാൻ ഉത്തരവിടുകയും സഹാബത്ത് അത് നടപ്പിലാക്കുകയും ചെയ്തു. ഇവിടെ നോക്കൂ, മലക്ക് വന്ന് നബിയോട് അനുവാദം ചോദിക്കുകയാണ് അവരെ ഒന്നാകെ നശിപ്പിക്കാൻ. അപ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സമ്മതിച്ചില്ല. അവരുടെ തലമുറയിൽ
അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരു കൂട്ടർ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെയാണ് സംഭവിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രതീക്ഷിച്ചതുപോലെ തഖീഫ് ഗോത്രക്കാർ, അവരുടെ പിൻഗാമികൾ, ഖുറൈശികളും അവരുടെ പിൻഗാമികളും പിന്നീട് ഇസ്ലാമിൻ്റെ പതാകവാഹകരായി മാറുകയാണ് ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നസീഹത്ത് നോക്കൂ നിങ്ങൾ. അവിടുന്ന് വലിയ പ്രയാസങ്ങൾ ഈ ദീനിനു വേണ്ടി സഹിച്ചിരുന്നു. അതിലൊന്നാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒളിച്ചു കഴിയേണ്ടി വന്നിരുന്നു. അങ്ങനെ സഹാബത്തിനെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ ഉച്ചത്തിൽ ഖുർആൻ ഓതും. ഖുർആൻ ഉച്ചത്തിൽ പാരായണം ചെയ്യുന്നത് മുശ്രിക്കുകൾ കേട്ടാൽ അവർ ഖുർആനെ ചീത്ത വിളിക്കും. ഖുർആനെ ചീത്ത വിളിച്ച് നിർത്തുകയില്ല. ഖുർആൻ അവതരിപ്പിച്ച റബ്ബിനെ ചീത്ത വിളിക്കും. ഖുർആൻ കൊണ്ടുവന്നവരെ ചീത്ത വിളിക്കും. ഖുർആൻ കൊണ്ടുവന്നവർ എന്ന് പറഞ്ഞാൽ റബ്ബിൽ നിന്ന് റസൂലിന് കൊണ്ടുവന്ന് നൽകിയ ജിബ്രീൽ അലൈഹിസ്സലാമുണ്ട്. അതുപോലെ ജനങ്ങൾക്കത് പഠിപ്പിച്ചു കൊടുക്കുന്ന റസൂലുണ്ട്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീലിനെ അവർ ചീത്ത വിളിച്ചിരുന്നു, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി മുടങ്ങിയ വഹി അതിന് ചില ഇടവേളകൾ ഉണ്ടായിട്ടു. അങ്ങനെ ഇടവേള ഉണ്ടായ ഒരു സമയത്ത് അബൂലഹബിൻ്റെ ഭാര്യ ഉമ്മു ജമീൽ വന്ന് നബിയോട് ചോദിക്കുകയാണ്, എന്താണ് നിൻ്റെ അടുത്ത് വരുന്ന പിശാച് ഇപ്പോൾ വരുന്നില്ലേ? നിൻ്റെ അടുത്ത് വന്നിരുന്ന ആ ശൈത്താൻ ഇപ്പോൾ വരുന്നില്ലേ എന്ന് ഉമ്മു ജമീൽ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, അവരുടെ പരിഹാസം എവിടെയാണ്? നബിയുടെ പേര് മുഹമ്മദ് എന്ന പേര് ആ സ്ത്രീ മുദമ്മം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അവരിൽ പലരും, മുശ്രിക്കുകൾ പലരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുമ്പോൾ മുഹമ്മദ് എന്ന് പറയാതെ മുദമ്മം എന്ന് പറഞ്ഞിരുന്നു. കാരണം ഹംദിൻ്റെ നേരെ വിപരീതമാണ് ദം. ഹംദ് എന്നാൽ സ്തുതിച്ചു പറയലാണ്, ദം എന്നാൽ ആക്ഷേപിച്ചു പറയലാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്തുത്യർഹമായ വിശേഷണങ്ങളുള്ളവരാണ്. അതാണ് മുഹമ്മദ് എന്ന പേര് സൂചിപ്പിക്കുന്നത്. മുദമ്മം എന്ന പേരാകട്ടെ മോശമായ രൂപത്തിൽ വിശേഷണങ്ങളുള്ള ആൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അവരതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ പേര് വിളിച്ചതിലൂടെ നബിയെക്കുറിച്ചുള്ള ആക്ഷേപം അള്ളാഹു തിരിച്ചുവിടുകയാണ്. മുഹമ്മദിനെ ആക്ഷേപിക്കേണ്ടതിന് പകരം അവർ ഏതോ ഒരു മുദമ്മമിനെ ആക്ഷേപിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുമാറ്റി മുദമ്മം എന്ന് പറയുന്ന അവരുടെ ആക്ഷേപങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിന് കൊള്ളുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവരുടെ ആക്ഷേപങ്ങൾ അങ്ങനെ തിരിച്ചുവിടുകയാണ്. വേറെ ആരെയാണ് അവർ ചീത്ത പറയുന്നത്? ഇന്നും നോക്കൂ നിങ്ങൾ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ, നബിയെ ചീത്ത വിളിക്കാൻ ചിത്രങ്ങൾ വരക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ആക്ഷേപിക്കുന്നത് അവരുടെ ആക്ഷേപങ്ങളൊന്നും തന്നെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊള്ളുകയില്ല. കാരണം അവർ ആരുടെ ചിത്രമാണ് വരയ്ക്കുന്നത്? നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹരമായ മുഖം വരക്കാൻ ഒരാൾക്കും സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. മറിച്ച് അവരാരുടെയോ രൂപം വരയ്ക്കുകയാണ്, ആരെയോ ചീത്ത വിളിക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് കൊള്ളുകയില്ല. നബിയെ ആക്ഷേപിച്ചതിൻ്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിച്ചതിൻ്റെ പാപഭാരം അവർക്കുണ്ടാകും. പക്ഷേ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതൊരു പോറലും ഏൽപ്പിക്കുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിത്രം അവരെങ്ങനെ വരക്കാനാണ്? ആരുടെ കയ്യിലാണ് അതുള്ളത്? ആർക്കാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരക്കാൻ സാധിക്കുക? അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ രൂപത്തിൽ സംരക്ഷിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ രൂപത്തിൽ വലിയ പ്രയാസങ്ങൾ മുശ്രിക്കുകൾ ഉണ്ടാക്കി. നബിയെയും അതുപോലെ ജിബ്രീലിനും എല്ലാം അവർ ചീത്ത വിളിക്കും. ഇതുകൊണ്ട് അള്ളാഹു നബിയോട് പറഞ്ഞു, വലാ തജ്ഹർ ബിസ്സലാത്തിക്, താങ്കളുടെ ഖുർആൻ പാരായണം ഉച്ചത്തിലാക്കരുത്, എന്നാൽ വളരെ പതുക്കെ പാരായണം ചെയ്ത് അങ്ങയുടെ സഹാബിമാർക്ക് കേൾക്കാനാകാത്ത രൂപത്തിലുമാക്കരുത്. വബ്തഗി ബൈന ദാലിക സബീല, അതിനിടയിലുള്ള വഴി സ്വീകരിക്കുക. ഇതിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു പാരായണം ചെയ്തിരുന്നത്. മദീനയിലെത്തിയപ്പോഴാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ പാരായണം ചെയ്യാൻ സാധിച്ചു, ഇഷ്ടമുള്ള രൂപത്തിൽ പാരായണം ചെയ്യാൻ സാധിക്കുകയുണ്ടായി. ഈ ആയത്തിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകൾ വന്നിട്ടുണ്ട്. അതായത് നിസ്കാരത്തിലാണോ പാരായണം എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്താണ് വന്നിട്ടുള്ളത് അത് പാലിക്കുക. ഉച്ചത്തിൽ ഓതാൻ പറഞ്ഞ നിസ്കാരങ്ങളിൽ ഉച്ചത്തിൽ ഓതുക. ഉദാഹരണത്തിന് രാത്രി നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ, അഥവാ ഇരുട്ടുള്ള സമയത്ത് നിസ്കരിക്കുന്ന ഫജ്റും മഗ്രിബും ഇശാവും ഉച്ചത്തിൽ പാരായണം ചെയ്യലാണ് സുന്നത്ത്. എന്നാൽ പകൽ വെളിച്ചത്തിൽ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ പതുക്കെ
പാരായണം ചെയ്യലാണ് സുന്നത്ത്. ചില പണ്ഡിതന്മാർ ഈ ആയത്തിൽ അതും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഈ ആയത്തിൽ ഉൾക്കൊള്ളും. എങ്ങനെ? വല തജ്ഹർ ബിസ്സലാത്തിക്, നീ നിൻ്റെ പാരായണം ഉച്ചത്തിലാക്കരുത്. എപ്പോൾ? പകലിൽ. വല തുഖാഫിത് ബിഹാ, പതുക്കെ ആക്കരുത്. എപ്പോൾ? രാത്രി. വബ്തഗി ബൈന ദാലിക സബീൽ, അതിനിടയിലുള്ള വഴി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ചിലത് പതുക്കെ, ചിലത് ഉച്ചത്തിൽ. പകലിൽ പതുക്കെ, രാത്രി ഇരുട്ടുള്ള സമയത്ത് ഉച്ചത്തിൽ. ആ ആയത്തിൽ ആ കാര്യം കൂടി ഉൾക്കൊള്ളും. കാരണം അല്ലാഹുവിൻ്റെ ഖുർആൻ അതിവിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. വിശാലമായതെന്ന് പറഞ്ഞാൽ അതിൽ യോജിക്കുന്ന, അതിൽ വരാവുന്ന അർത്ഥമായിരിക്കണം. ആർക്കെങ്കിലും തോന്നിയ അർത്ഥം പറയുക പാടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ എങ്ങനെ ഓതിയിരുന്നു അങ്ങനെ പാരായണം ചെയ്യുക. ഉച്ചത്തിൽ ഓതിരുന്നതിൽ ഉച്ചത്തിൽ, പതുക്കെ ഓതിരുന്നതിൽ പതുക്കെ. രാത്രി നിസ്കാരം ഒരാൾ നിസ്കരിക്കണം, ഒറ്റക്ക് നിസ്കരിക്കാൻ. അയാൾക്ക് സാധാരണ ളുഹറും അസറിലും ഒക്കെ പാരായണം ചെയ്യുന്നത് പോലെ പാരായണം ചെയ്ത് നിസ്കരിക്കണോ അങ്ങനെ നിസ്കരിക്കാം. ഇനി ഫർദായ നിസ്കാരത്തിൽ പാരായണം ചെയ്യുന്നത് പോലെ മഗ്രിബിനും ഫജ്റിനും ഇശാക്കുമൊക്കെ പാരായണം ചെയ്യുന്നത് പോലെ പാരായണം ചെയ്യണോ അങ്ങനെ പാരായണം ചെയ്യാം. ആളുകളെ മറ്റുള്ളവർക്ക് പ്രയാസകരമായ ആകാത്ത രൂപത്തിൽ. അതേസമയം നിസ്കാരത്തിന് പുറത്ത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്? നിസ്കാരത്തിന് പുറത്ത് ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് വളരെ പതുക്കെയോ ഇനി അതല്ല ഉച്ചത്തിലോ പാരായണം ചെയ്യാം. പക്ഷേ ഉച്ചത്തിൽ പാരായണം ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. അതുപോലെ ഒരാളുടെ ഇഖ്ലാസ് ചോർന്നു പോകാതിരിക്കുക. ആളുകളൊക്കെ കേട്ട് തൻ്റെ ഖിറാഅത്തിനെ കുറിച്ച് എൻ്റെ ആൾക്കാർക്ക് കേൾക്കണം എന്ന രൂപത്തിൽ പാരായണം ചെയ്യുന്നതും ശരിയല്ല. അതേസമയം അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. ഒരാൾ ഒറ്റക്കാണ് അല്ലെങ്കിൽ അയാളുടെ വീട്ടിലാണ് എങ്കിൽ ഒരാൾക്ക് സൗകര്യമുള്ള രൂപത്തിൽ പാരായണം ചെയ്യാം. ഒരാൾക്ക് നല്ല ശ്രദ്ധയും ഉന്മേഷവും ഒക്കെ തോന്നുന്നത് എങ്ങനെയാണ്? പതുക്കെ ഓതിയാലാണോ? പതുക്കെ ഓതാം. ഇനി അതല്ല നല്ല ഉന്മേഷവും ശ്രദ്ധയും ഒക്കെ തോന്നുന്നത് ശബ്ദമെടുത്ത് ഓതിയാലാണോ? ശബ്ദമെടുത്ത് ഓതാം. പക്ഷേ ശബ്ദമെടുത്ത് ഓതുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, അൽ ജാഹിറു ബിൽ ഖുർആൻ കൽ ജാഹിരി ബിസ്സദഖ വൽ മുസിറു ബിൽ ഖുർആൻ കൽ മുസിറി ബിസ്സദഖ. അൽ ജാഹിറു ബിൽ ഖുർആൻ കൽ ജാഹിരി ബിസ്സദഖ വൽ മുസിറു ബിൽ ഖുർആൻ കൽ മുസിറി ബിസ്സദഖ. ഖുർആൻ ഉച്ചത്തിൽ പാരായണം ചെയ്യുന്നവൻ പരസ്യമായി സദഖ നൽകുന്നവനെ പോലെയാണ്. ഖുർആൻ പതുക്കെ പാരായണം ചെയ്യുന്നവൻ രഹസ്യമായി സദഖ നൽകുന്നവനെ പോലെയാണ്. എന്താണ് പരസ്യമായി സദഖ നൽകുന്നതിൻ്റെ വിധി? അനുവദനീയമാണ്. ഇൻ തുബ്ദു സദഖാതി ഫനിഅമ്മാ വഇൻ തുഖ്ഫൂഹ വതുഅതൂഹ അൽ ഫുഖറാ. അല്ലാഹു പറഞ്ഞത് കാണാം, നിങ്ങൾ സദഖ പരസ്യമായി കൊടുത്താൽ നല്ല കാര്യമാണ്. ഇത് നിങ്ങൾ രഹസ്യമായി കൊടുക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ ഖൈർ. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ഇഖ്ലാസ് ചോർന്നു പോകാതിരിക്കാൻ സാധ്യത കൂടുതലാണ്. പരസ്യമായി കൊടുക്കുമ്പോൾ ഇഖ്ലാസിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അതേസമയം എപ്പോഴും പരസ്യമായി കൊടുത്താൽ ഒരാളുടെ ഇഖ്ലാസ് ചോർന്നു പോകുമെന്നില്ല. എന്നല്ല, ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവർക്ക് മാതൃകയാകാനും മറ്റും പരസ്യമായി കൊടുത്താൽ സാധിച്ചേക്കും. അയാൾ അങ്ങനെ ചെയ്താൽ അതിൽ പ്രേരിതരായി ബാക്കിയുള്ളവരൊക്കെ കൊടുക്കാൻ കാരണമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുദർ ഗോത്രത്തിൽപ്പെട്ട അതിദരിദ്രരായ ചില ആളുകൾ വന്ന സമയത്ത് സഹാബത്തിനോട് സദഖ നൽകാൻ പറഞ്ഞു. സഹാബത്ത് ഒന്ന് ശങ്കിച്ചപ്പോൾ, കുറച്ച് സമയം വൈകിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം മാറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചു. ഖുർആനിലെ ആയത്ത് ഓതിക്കൊണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. ഓ മുഅ്മിനുകൾ, അള്ളാഹുവിനെ സൂക്ഷിക്കുക, നാളേക്ക് ചെയ്തു വെച്ചത് എന്താണെന്ന് നോക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള ഈ സൂറത്തുൽ ഹശ്റിൽ ആയത്ത് ഓതി, വേറെയും ആയത്തുകൾ ഓതി ദാനം ചെയ്യാൻ പറഞ്ഞു. അപ്പോഴാണ് ഒരു സഹാബി തൻ്റെ കയ്യിൽ അയാൾക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമുള്ള ഒരു സദഖയുമായി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ സ്വർണവും വെള്ളിയും വസ്ത്രങ്ങളും ഭക്ഷണവും എല്ലാം കൊണ്ടുവച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ കുന്നുകൾ പോലെ അതെല്ലാം കൂടി. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചന്ദ്രനെ പോലെ സന്തോഷം കൊണ്ട് പ്രസന്നമായി പ്രകാശിച്ചുവെന്നാണ്, സന്തോഷം കൊണ്ട്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ് പറയും, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന ഫലഹു അജ്റുഹാ വഅജ്റു മൻ അമില ബിഹാ മിൻ ബഅദിഹ. ആരെങ്കിലും ഇസ്ലാമിൽ ഒരു നല്ല
ചര്യ നടപ്പിലാക്കിയാൽ അവനതിൻ്റെ പ്രതിഫലമുണ്ട്. അവനെ കണ്ടത് പിൻപറ്റി ചെയ്യുന്നവർക്ക് അതിൻ്റെ പ്രതിഫലമുണ്ട്. മോശം ചര്യ നടപ്പിലാക്കിയാൽ അവനതിൻ്റെ തിന്മയുണ്ട്, അവനെ പിൻപറ്റി ചെയ്യുന്നവർക്ക് അതിൻ്റെ തിന്മയുമുണ്ട്. മാതൃകയാക്കിയ ആളുടേതും മാതൃകയാക്കിയ ആളുകളുടേതും പ്രതിഫലമോ ശിക്ഷയോ ഒന്നും കുറയാതെ തന്നെ. നോക്കൂ നിങ്ങൾ, അവിടെ അദ്ദേഹം പരസ്യമായി ചെയ്തതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ച് പറയുകയുണ്ടാകും. അങ്ങനെ ചില സന്ദർഭങ്ങളുണ്ടാകും. അതേസമയം പൊതുവെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രഹസ്യമായി ചെയ്യാനാണ്. പരസ്യമായി ചെയ്യാൻ കൽപ്പിക്കപ്പെടാത്ത കർമ്മങ്ങൾ, ഉദാഹരണത്തിന് സുന്നത്തായ നിസ്കാരങ്ങൾ എവിടെയാണ് കൂടുതൽ നല്ലത്? വീട്ടിൽ വെച്ച് നിർവഹിക്കലാണ്. അതേസമയം ഫർദായ നിസ്കാരം അത് പരസ്യമായി ചെയ്യേണ്ടതാണ്, ആളുകളുടെ കൂടെ ജമാഅത്തിലാണ് നിർവഹിക്കേണ്ടത്. എൻ്റെ ഇഖ്ലാസ് ചോരും എന്ന് പറഞ്ഞ് വീട്ടിൽ നിസ്കരിക്കാൻ പാടില്ല. അങ്ങനെയുണ്ട് ചില ആളുകൾ. ശൈത്താൻ പല രൂപത്തിലാണ് ആളുകളെ പിടികൂടുക. ചില വസ്വാസുകൾ ഉണ്ടാക്കി വെക്കും. മസ്ജിദിൽ പോയാൽ എനിക്ക് തോന്നുകയാണ് ഞാൻ ആളുകൾക്ക് വേണ്ടിയാണ് നിസ്കരിക്കുന്നത് എന്ന് പറഞ്ഞ് വീട്ടിൽ കൂടുന്ന ആളുകൾ പല രൂപത്തിൽ പിശാച് വട്ടം കറക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതിനെതിരിൽ ശൈത്താൻ അവനെ കൊണ്ട് ജയിക്കുകയാണ്, ഇഖ്ലാസിൻ്റെ പേരും പറഞ്ഞ്. അല്ല, അവൻ മസ്ജിദിലേക്ക് വരികയാണ് വേണ്ടത്, മസ്ജിദിലേക്ക് വന്ന് നിസ്കരിക്കുകയാണ് വേണ്ടത്. അതാണ് അള്ളാഹു അവനെ നിർബന്ധമാക്കിയത്. അവൻ നിയ്യത്ത് നന്നാക്കുക, മസ്ജിദിലേക്ക് വരിക, അതാണ് നിർബന്ധം. എന്നാൽ അതല്ലാത്ത പൊതുവെ പുണ്യകർമ്മങ്ങൾ രഹസ്യമായി ചെയ്യലാണ് നല്ലത്. സദഖ പ്രത്യേകിച്ചും ഹദീസുകളിൽ വന്നതാണ്. അർശിൻ്റെ തണൽ നാളെ പരലോകത്ത്, അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലല്ലാത്ത മറ്റൊരു തണലില്ലാത്ത നാളിൽ ആ തണൽ ലഭിക്കുന്ന 7 വിഭാഗങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ ഒരാളാരാണ്? ഒരുവൻ സദഖ ചെയ്തു, വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ, ഒരാൾ ഒരു സദഖ നൽകി, ഫഅഖ്ഫാഹ, എന്നിട്ട് അവനത് മറച്ചു വെച്ചു, ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, അവൻ്റെ വലതുകൈ ചെലവഴിച്ചത് ഇടത് കൈ പോലും അറിയാത്ത രൂപത്തിൽ. അതുകൊണ്ട് രഹസ്യമായി ചെയ്യുക നല്ല കാര്യമാണ്. അതാണ് കൂടുതൽ നല്ലത്. പൊതുവെ പരസ്യമായി ചെയ്യുക അനുവദനീയമാണ്, പക്ഷേ പലപ്പോഴും അത് ഇഖ്ലാസിനെ ബാധിക്കാൻ ഇടയുണ്ട്. നന്മകൾ മറച്ചു വെക്കാൻ ശ്രമിക്കുക. ഖുർആൻ പാരായണത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് ഉപമിക്കുകയാണ്. അതിന് പറഞ്ഞതൊക്കെ ഇതിനും മനസ്സിലാക്കുക, അവിടെ പറഞ്ഞതൊക്കെ ഇവിടെയും മനസ്സിലാക്കുക, ഖുർആൻ പാരായണത്തിൽ മനസ്സിലാക്കുക. അൽ ജാഹിറു ബിൽ ഖുർആൻ കൽ ജാഹിരി ബിസ് സദഖ വൽ മുസിറു ബിൽ ഖുർആൻ കൽ മുസിറി ബിസ് സദഖ. അതേസമയം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അടുത്തുള്ള ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ പാരായണം ചെയ്യരുത്. ഉദാഹരണത്തിന് മസ്ജിദിൽ ഒരാൾ ഒരു സ്ഥലത്തിരുന്ന് ഒരു ഭാഗത്തിരുന്ന് ഖുർആൻ ഓതുന്നു, മറ്റുള്ളവരും ഇബാദത്ത് ചെയ്യും. ഇയാൾ ഉച്ചത്തിൽ ഓതിയാൽ എന്ത് സംഭവിക്കും? മറ്റുള്ളവരുടെ ഇബാദത്തിനെ അത് ബാധിക്കും. ആ രൂപത്തിൽ ഉച്ചത്തിൽ ഓതി മറ്റുള്ളവരെ ഉപദ്രവിക്കുക പാടില്ലാത്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാം, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, കുല്ലുക്കും യുനാജി റബ്ബ, നിങ്ങളെല്ലാവരും തൻ്റെ റബ്ബിനോട് സംഭാഷണത്തിലാണ്. ഫലാ യജ്ഹർ ബഅദുകും അലാ ബഅദിൻ ബിൽ ഖിറാഅതി ഫതുഉദുൽ മുഅ്മിനീൻ, അതുകൊണ്ട് നിങ്ങളിൽ ചിലർ പാരായണം ഉച്ചത്തിലാക്കി മറ്റുള്ളവരെ മുഅ്മിനുകളെ അങ്ങനെ നിങ്ങൾ ഉപദ്രവിക്കരുത്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ ഉച്ചത്തിൽ ഒരാൾ മസ്ജിദിൽ ഖുർആൻ ഓതുകയാണ്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്ന രൂപത്തിൽ ചെയ്യുക പാടില്ല. നോക്കൂ നിങ്ങൾ, പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിക്കവേ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. നിങ്ങൾക്കറിയാം, പല സ്ഥലങ്ങളിലും നമ്മുടെ അറബ് നാടുകളിൽ പലയിടങ്ങളിലും അദാൻ ബാങ്ക് വിളി പുറത്തേക്ക് കേൾപ്പിക്കുന്നത് പോലെ നിസ്കാരവും ഖുർആൻ, അതിൽ ഖുർആൻ പാരായണവും ഒക്കെ പുറത്തേക്ക് കേൾപ്പിക്കുന്ന പതിവ് പല നാടുകളിലുമുണ്ട്. ധാരാളം പണ്ഡിതന്മാർ അതിനെ എതിർത്തത് നമുക്ക് കാണാൻ സാധിക്കും. അവർ പറഞ്ഞു, കാരണം അങ്ങനെ ചെയ്താൽ, മനസ്സിലായില്ല, അത് അറബ് നാടുകളിലെ ഒരു നന്മയുടെ അടയാളം എന്ന നിലക്ക് നമ്മൾ പറയാറുണ്ട്. ശരിയാണ്, ഖൈറായ ഉദ്ദേശത്തിൽ അവർ ചെയ്യുന്നതാണത്. പക്ഷേ പണ്ഡിതന്മാരിൽ പലരും, അഹ്ലുസുന്നത്തിൻ്റെ മഹാന്മാരായ പണ്ഡിതന്മാരിൽ പലരും അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞു എന്ത്? കാരണം ഇങ്ങനെ ചെയ്താൽ ബാങ്ക് പോലെ മസ്ജിദുകളിൽ നിസ്കാരവും മറ്റും പുറത്തേക്ക് കേട്ടാൽ അടുത്തടുത്ത വീടുകളുണ്ടാവും. ആ വീടുകളിൽ ചിലപ്പോൾ രോഗികളുണ്ടാകും, അല്ലെങ്കിൽ നിസ്കാരം നിർബന്ധമില്ലാത്ത സമയത്തുള്ള സ്ത്രീകളോ മറ്റോ വിശ്രമിക്കുന്നുണ്ടാവും, കിടന്നുറങ്ങുന്നുണ്ടാവും. അവർക്ക് ചിലപ്പോൾ ഇത് പ്രയാസമായി മാറും. ചില സന്ദർഭങ്ങളിൽ അടുത്തടുത്തായിരിക്കും മസ്ജിദുകൾ. ഈ മസ്ജിദിലെ ഉച്ചത്തിലുള്ള നിസ്കാരവും പാരായണവും അതുപോലെ അപ്പുറത്തെ മസ്ജിദിൽ കേൾക്കും.
അപ്പുറത്തെ മസ്ജിദിൽ ഇമാമിൻ്റെ പിന്നിൽ നിസ്കരിക്കുന്ന ആൾ ഇപ്പുറത്തെ മസ്ജിദിലെ ഇമാമിൻ്റെ ഖറാഅത്തായിരിക്കും കേൾക്കുക. അയാൾ റുക്കൂഇൽ പോയാൽ ചിലപ്പോൾ ഇവർ റുക്കൂഇൽ പോകാൻ വരെ സാധ്യതയുണ്ട്. തൻ്റെ ഇമാമിൻ്റെ ശബ്ദമാണ് കേട്ടതെന്ന് വിചാരിച്ചിട്ട്. യഥാർത്ഥത്തിൽ അപ്പുറത്തെ ഇമാമിൻ്റെ ശബ്ദമാണ് ഈ കേട്ടത്, അപ്പുറത്തെ ഖറാഅത്താണ് കേട്ടത്. അറബ് നാടുകളിൽ പരിചയമുള്ള ആളുകൾക്ക് അറിയാമത്. പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയതുവരെ കാണാം. യാ സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, ഇങ്ങനെയാണ് എങ്കിൽ ഇങ്ങനെ അള്ളാഹുവിൻ്റെ ദീനിൽ യാതൊരു തെളിവുമില്ലാത്ത ശബ്ദ കോലാഹലങ്ങൾ കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും എന്നിട്ട് ഈ ദീനിനെ കുറിച്ച് തന്നെ ആളുകൾ മോശം പറയാൻ ഇടയാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? മസ്ജിദുകളിൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ നിർമ്മിക്കപ്പെട്ട മസ്ജിദുകളിൽ മൗലിദ് ഓതുകയാണ്. അങ്ങനെ എല്ലാ സ്പീക്കറും ഓണാക്കിയിട്ട് നാട്ടിലെ ജനങ്ങളൊന്നാകെ ഈ വഷളത്തരം കേൾക്കുകയാണ്. മൗലിദുകൾ ഇല്ലാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാത്ത പലതരം സലാത്തുകൾ, വാർഷികങ്ങൾ, എന്നിട്ട് ഒച്ചയിട്ട ആളുകളെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഒന്ന് അള്ളാഹുവിൻ്റെ ദീനില്ലാത്ത കാര്യമാണ്. ചുറ്റുമുള്ളവരെ ബുദ്ധിമുട്ടുകയാണ്. അള്ളാഹുവിൻ്റെ ദീനിനെ ആളുകൾ കുറ്റം പറയാൻ അതിലൂടെ ഇടയാക്കുകയാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകൾ ഖുർആനിനെ, അത് അവതരിപ്പിച്ച റബ്ബിനെ, അത് കൊണ്ടുവന്ന മലക്കിനെ, റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ചീത്ത വിളിക്കുമെന്നായപ്പോൾ, അത് കേട്ടാൽ ചീത്ത വിളിക്കുമെന്നായപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ ശബ്ദം കുറയ്ക്കുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. എന്ത്? അള്ളാഹുവിനെ നമ്മുടെ ഒരു വാക്ക് കാരണത്താൽ, നമ്മുടെ ഒരു സംസാരം കാരണത്താൽ ജനങ്ങൾക്ക് ചീത്ത വിളിക്കാൻ നമ്മൾ അവസരമുണ്ടാക്കി കൊടുക്കരുത്. ശരിയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നിബന്ധനകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മര്യാദകളൊക്കെ പാലിച്ച് നീ ചെയ്തു, എന്നിട്ട് ചീത്ത വിളിക്കാൻ ഇറങ്ങി പുറപ്പെട്ട വൃത്തികെട്ട ഒരുവൻ ചീത്ത വിളിച്ചാൽ നിനക്കതിൻ്റെ ഉത്തരവാദിത്തമില്ല. അതേസമയം സന്ദർഭത്തിനും സാഹചര്യത്തിനും ഒന്നിനും യോജിക്കാതെ എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും ചെയ്ത് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ദീനിനെയും ഒക്കെ ആളുകൾ ചീത്ത വിളിക്കുന്ന അവസ്ഥ നമ്മൾ ഉണ്ടാക്കി വെക്കാൻ പാടില്ല. ശ്രദ്ധിക്കണം, അത് വളരെ ശ്രദ്ധിക്കണം. മുൻഗാമികൾ സഹാബത്ത് റളിയല്ലാഹു അൻഹും അലി ഇബ്നു അബീ ത്വാലിബിനെ പോലെയുള്ളവർ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഹദ്ദിസിൻ നാസ ബിമാ യഅരിഫൂൻ, ജനങ്ങൾക്ക് പരിചിതമായത് നീ അവരോട് പറയുക. അതുഹിബ്ബു അൻ യുകദ്ദബ അല്ലാഹു വറസൂലുഹു, അള്ളാഹും അവൻ്റെ റസൂലും കളവാക്കപ്പെടുന്നത്, നിഷേധിക്കപ്പെടുന്നത് കാണാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അവിടെ ഒരിക്കലും ഈ ദീനിയായ കാര്യം പോയി പറയാൻ പറ്റിയ ഒരു മജ്‌ലിസിലല്ലാതെ, അങ്ങനെ ഒരു സ്ഥലമാണത്. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന ആളുകൾ അവർക്കൊരിക്കലും യോജിക്കാത്ത ഒരു കാര്യം ഉറപ്പാണ് നമ്മളവിടെ പോയാൽ ചീത്ത വിളിയാണ് ഉണ്ടാവുക എന്ന്. അവിടെ ദീനിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവർ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഈ ദീനിനെയും ഒക്കെ ചീത്ത പറയുന്ന അവസ്ഥ ഉണ്ടാക്കി വെക്കരുത്. ഈ ഇൽമ് അത് വിലപ്പെട്ടതാണ്. അതിന് യോജിച്ച സ്ഥലത്ത് കൊണ്ടുവെക്കണം. അത് യോജിച്ച സ്ഥലത്താണ് അത് പറയേണ്ടത്. ഇസ്ലാമിക പ്രബോധനവും ഇക്കാര്യവും രണ്ടും ശരിയായ രൂപത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് വിവരവും അതുപോലെ വിവേകവും നമുക്ക് ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വമൻ യുഅ്തൽ ഹിക്മ ഫഖദ് ഊതിയ ഖൈറൻ കസീറ, ഒരു ഹിക്മത്ത് ലഭിച്ചാൽ അവന് വലിയ ഖൈർ ലഭിച്ചിരിക്കുന്നു. ഓരോന്നും അതിൻ്റേതായ സ്ഥാനത്ത് വെക്കാനുള്ള വിവേകം നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ വാക്കോ പ്രവൃത്തിയോ കൊണ്ട് ആളുകൾ അള്ളാഹുവിൻ്റെ ദീനിനെ കുറ്റം പറയുന്ന അവസ്ഥ ഉണ്ടാക്കി വെച്ചുകൂടാ. നമ്മൾ കാരണത്താൽ എത്ര പേർ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഹിദായത്തിൽ വന്നിട്ടുണ്ട്, ചിലപ്പോൾ ഒരാളും വന്നിട്ടുണ്ടാവുകയില്ല. എങ്കിൽ നമ്മൾ കാരണത്താൽ ഒരാളും ബലാലത്തിലേക്ക് പോകാതിരിക്കാൻ, വഴികേടിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പറയുന്നത് സത്യമായിരിക്കും, പക്ഷേ അത് പറയേണ്ട സന്ദർഭമുണ്ട്. അതുപോലെ പഠിച്ചതെല്ലാം എല്ലാ സമയത്തും ജനങ്ങളോട് പറയേണ്ടതില്ല. മറിച്ച് ആളുകൾക്ക് ഉപകാരപ്പെടുന്നത് പറയാൻ ശ്രദ്ധിക്കണം, ജനങ്ങൾക്ക് ഉപകാരമുള്ളത് പറയാൻ ശ്രദ്ധിക്കണം. നമ്മൾ പഠിച്ചതൊക്കെ കൊണ്ടുപോയി ജനങ്ങളുടെ മുന്നിൽ വിളമ്പലല്ല ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത്. അതല്ല ഇൽമു പഠിപ്പിക്കുക എന്ന്. ആരും കേൾക്കാത്തത്, വളരെ ഗരീബായത് ഞാൻ പറയണം എന്ന് ആഗ്രഹിക്കുന്ന ചിലരുണ്ടാവും. ഗരീബ് മാത്രം ആഗ്രഹിക്കുകയും അതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്യുന്ന ആളുടെ, ആരും കേൾക്കാൻ, ആരും ചെയ്യാതെ പുതിയൊരു കാര്യം പഠിച്ചിട്ട് അത് ചെയ്യുക, ഈ രൂപത്തിൽ അതിനു വേണ്ടി നടക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെയല്ല, മറിച്ച് ഹക്ക് നമുക്ക് ഏറ്റവും ഉപകാരമുള്ളത് നമ്മൾ പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് നിർബന്ധമാക്കിയ ഒരു കാര്യം ചെയ്ത് നമ്മൾ ആളുകൾക്കിടയിൽ അപരിചിതരായാൽ പ്രശ്നമില്ല. അതേസമയം അങ്ങനെ ആവശ്യമില്ലാത്ത
ചില കാര്യങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്ത് ജനങ്ങളൊന്നാകെ ഈ ദീനിനെ അല്ലെങ്കിൽ ഈ മൻഹജിനെ അഹ്ലുസുന്നത്തിൻ്റെ വഴിയെ ഒരു മോശമായ കാര്യമായി കാണാൻ നമ്മൾ വഴിവെച്ച് കൊടുത്തുകൂടാ. വളരെ ശ്രദ്ധിക്കണം. വഫഖനില്ലാഹു വയ്യാക്കും. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ദീൻ യഥാവിധി മനസ്സിലാക്കാനും അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ പഠിക്കാനും പഠിപ്പിക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു തആല അലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.